ഉറച്ച വിജയപ്രതീക്ഷയാണ്. കാരണം കഴിഞ്ഞ കോവിഡിന്റെ ഒരു സാഹചര്യം അല്ല ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലമായി പിണറായി വിജയന്റെ പ്രവർത്തനങ്ങളെ ഈ നാട്ടിലെ ജനം വിലയിരുത്തുന്നുണ്ട്. മാത്രമല്ല, ലോകത്തെ മുഴുവൻ മലയാളികൾ ആഗ്രഹിക്കുന്നത് പിണറായി വിജയന്റെ പരാജയമാണ്. 140-ൽ മറ്റു 139 മണ്ഡലങ്ങളിലെയും ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിൽ പോകുന്നത് പിണറായി വിജയനെ പരാജയപ്പെടുത്താനാണ്. ആ ഉത്തരവാദിത്വം പാർട്ടി എന്നെ ഏൽപ്പിച്ചതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്. ഇവിടെ 8 പഞ്ചായത്തുകളാണുള്ളത്. 8ഉം CPM ഭരിക്കുകയാണ്. ശരിയാണ്, കഴിഞ്ഞ വർഷത്തെ ഭൂരിപക്ഷമുണ്ട്. പക്ഷെ പാർലമെന്റിലെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് കേവലം 2800 മാത്രമാണ്. അതായത് മറയില്ലാതെ കോൺഗ്രസിന്റെ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള ജനം ഇവിടെയുണ്ട്. അത് മാത്രമല്ല, ഇവിടെ 10 വർഷക്കാലം അനുഭവേദ്യമായ ഒരു വികസനവും മണ്ഡലം MLA എന്ന നിലയിൽ സഖാവ് പിണറായി വിജയൻ ഇവിടെ ചെയ്തിട്ടില്ല. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ഒരിക്കൽ പോലും ഈ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ പാദം പതിഞ്ഞിട്ടില്ല. എപ്പോഴെങ്കിലും കാറിൽ കൈവീശി സ്റ്റേജിൽ കൈവീശി പോകുന്നതല്ലാതെ CPMന്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാരോ പ്രായമായി, അതുപോലെ തന്നെ CPMന്റെ ലോക്കൽ സെക്രട്ടറിമാരോ ആരെങ്കിലും അവരുടെയൊക്കെ കുടുംബത്തിൽ ഒരു മരണം നടന്നാൽ പോലും സഖാവ് പിണറായി വിജയൻ അവിടെ തിരിഞ്ഞു നോക്കാറില്ല. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് പെരളശ്ശേരി പഞ്ചായത്താണ്. ഇവിടെ പോലും ഒരു കാര്യത്തിനും പിണറായി വിജയൻ എത്തിയില്ല. പിന്നീട് ഇവിടെ വികസന പ്രവർത്തനം പറയാം. IHRD കോളേജ് വാടക കെട്ടിടത്തിലാണ്. അതുപോലെ ഹാൻഡ്വ്യൂവും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. ഒരു പുതിയ KSRTC ബസ് പോലും റൂട്ട് തുടങ്ങാത്ത 10 വർഷമായി തുടങ്ങാത്ത ഒരു മണ്ഡലമാണിത്. ജനങ്ങളുടെ ഏത് ആവശ്യത്തിനാണ് പിണറായി വിജയൻ ഉണ്ടായത്? പിണറായി പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തു, പക്ഷേ തുറന്നു കൊടുത്തിട്ടില്ല. ചക്രക്കൽ ആശുപത്രി ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുന്നു, പക്ഷെ ജനങ്ങൾക്ക് അങ്ങോട്ട് കയറാൻ പറ്റിയിട്ടില്ല. കമലഹാസനെയും വേടനെയും ഒക്കെ കൊണ്ടുവരുന്നു പറയുമ്പോഴും ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ഒരു ബിൽഡിംഗ് ചെറക്കണിയിൽ പത്മ തിയേറ്റർ ഏറ്റെടുത്തിട്ടുണ്ട്. അവിടെ ഒരു ബോർഡ് വെച്ചു, ആർക്കും ഇതിനകത്ത് പ്രവേശനമില്ല. പിന്നെ തീരദേശത്ത് കുറെ ബോട്ട് ജെട്ടികൾ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ബോട്ട് പോലും അഞ്ചരക്കണ്ടി പുഴയോരത്ത് കോടാനുകോടി രൂപയുടെ പ്രൊജക്ടുകളാണ്. ഊരാളുകളുമായി ചേർന്ന് വൻ തട്ടിപ്പും അഴിമതിയും മാത്രമാണ് ഈ മണ്ഡലത്തിലുള്ളത്. പിന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചാണ് മുഴപ്പിലങ്ങാട്. ആ മുഴപ്പിലങ്ങാടിലേക്കുള്ള ഒരു റോഡ് പോലും വീതി കൂട്ടി തറിയാൻ ഈ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ വീടിന് മുമ്പിൽ ഒരു എയർപോർട്ട് റോഡ് സർക്കാർ വിഭാവനം ചെയ്തിട്ടുണ്ട്. 40 മീറ്ററാണ് അദ്ദേഹത്തിന്റെ വീടിന് മുമ്പ് പിണറായി ടൗണിലൂടെ കടന്നു പോകുന്നത്. അതിനൊരു 4 കിലോമീറ്റർ പോലും സ്ഥലം ഏറ്റെടുക്കാനോ അതൊന്ന് പണി പൂർത്തിയാക്കാനോ സ്ഥലം MLA എന്ന നിലയിൽ പിണറായി വിജയന് സാധിച്ചിട്ടില്ല. അതുപോലെ നഗരവികസനം, അഞ്ചരക്കണ്ടി, ചക്കരക്കല്ല്, അതുപോലെ തന്നെ പിണറായി ടൗണ്, ഇതൊന്നും മീത്തലപ്പീടിയ, പ്രധാനപ്പെട്ട ഒരു ടൗണിലും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. എന്താണ് ഇവിടെയുള്ളത്? ഒരു പുതിയ വിദ്യാഭ്യാസ സ്ഥാപനം വന്നിട്ടില്ല, ഒരു പുതിയ വ്യവസായ സ്ഥാപനം വന്നിട്ടില്ല. 10 വർഷക്കാലമായി സ്ഥലം MLA ആയിട്ട് അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ട് ഒരു 10 ചെറുപ്പക്കാർക്ക് തൊഴിൽ നേടുന്ന ഒരു സ്ഥാപനം പോലും ഈ മണ്ഡലത്തിൽ വന്നിട്ടില്ല. ഒരു പൊതുമേഖലാ സ്ഥാപനം പോലും വന്നിട്ടില്ല. മാത്രമല്ല, 10 വർഷം ആഭ്യന്തരമന്ത്രിയാണ് അദ്ദേഹം. ഫയർഫോഴ്സ് DGP 4 നേരം സല്യൂട്ട് അടിക്കും അദ്ദേഹത്തെ. ഈ കേരളത്തിൽ ഫയർഫോഴ്സിന് സ്വന്തമായി യൂണിറ്റോ ആസ്ഥാനമോ ഇല്ലാത്ത, അല്ലെങ്കിൽ ഫയർഫോഴ്സ് യൂണിറ്റോ ഫയർഫോഴ്സിന്റെ സംവിധാനവും ഇല്ലാത്ത ഏക മണ്ഡലം അത് ഈ ധർമ്മടം അസംബ്ലി നിയോജക മണ്ഡലം. ധർമ്മടം തുരുത്ത് നാശത്തിന്റെ വക്കിലാണ്. ടൂറിസത്തിന് വേണ്ടി ഒരു ചുക്കും ചെയ്തിട്ടില്ല. പിന്നീട് പറഞ്ഞു മൊയ്തു പാലം, അത് ഏറ്റെടുത്തിട്ട് അവിടെ ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഒന്നും ചെയ്തിട്ടില്ല. ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചതല്ലാതെ കഴിഞ്ഞ 10 വർഷക്കാലം ഈ മണ്ഡലത്തിൽ ഒന്നും ചെയ്യാൻ സഖാവ് പിണറായിന് സാധിച്ചിട്ടില്ല. 10 വർഷം സാന്നിധ്യമില്ലെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിന്റെ സാന്നിധ്യം വളരെ കുറവാണ്. ഇപ്പൊ നമുക്ക് കേരളം മുഴുവൻ പര്യടനം നടത്തുകയാണ്. CPMന്റെ സംഘടനാ സംവിധാനത്തിന്റെ കരുത്താണെന്ന് തോന്നുന്നു. ആ ഒരു ആത്മവിശ്വാസത്തിൽ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം വളരെ കുറച്ച് സമയമുള്ളൂ. ഇവിടെ എല്ലാം ചർച്ചയാവും. SNC ലാവൻ കരാർ മുതൽ സ്പ്രിംഗ്ലർ ഇടപാട് മുതൽ കരിമണൽ അഴിമതി മുതൽ സ്വജനപക്ഷപാതിത്വം മുതൽ കുടുംബാധിപത്യം മുതൽ ശബരിമല കൊള്ള മുതൽ ശബരിമല ആചാരലംഘനം എല്ലാം ചർച്ചയാവും. ഇതിനൊക്കെ ഉത്തരവാദി ഈ വിലക്കയറ്റത്തിനും അഴിമതിക്കും ദൂർത്തിനും ആഡംബരത്തിനും ഈ കേരളം അനുഭവിച്ച സകല പ്രയാസങ്ങൾ, ആശാവർക്കർമാരുടെ പ്രയാസം, അംഗൻവാടി ടീച്ചർമാരുടെ പ്രയാസങ്ങൾ, അതുപോലെ തന്നെ ക്രമസമാധാന പ്രശ്നം, ഇതിനെല്ലാം ഉത്തരവാദി ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ആ ഉത്തരവാദിയുടെ പരാജയം ഞാൻ നേരത്തെ പറഞ്ഞു, ലോക മലയാളികൾ ആഗ്രഹിക്കുകയാണ്. അത് ഏറ്റവും കൂടുതൽ ചർച്ച. ഇതിനേക്കാൾ ഭൂരിപക്ഷമുണ്ട്. മണിക് സർക്കാരിന് ഭൂരിപക്ഷമുള്ള മണ്ഡലം ഉണ്ടായിരുന്നു ത്രിപുരയിൽ. ഇതിനേക്കാൾ ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിലാണ് മണിക് സർക്കാർ പരാജയപ്പെട്ടത്. ഇതിനേക്കാൾ 50,000 ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിലാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ പരാജയപ്പെട്ടത്. അവരൊക്കെ പിന്നെയും ജനകീയമാരായിരുന്നു, ജനങ്ങൾക്ക് അവൈലബിൾ ആയിരുന്നു. അത്രമേൽ ജനങ്ങളുമായി നേരിട്ട് ഫേസ് ടു ഫേസ് ബന്ധമില്ലാത്ത നവകേരള സദസ്സുമായി ധർമ്മടത്തിൽ മണ്ഡലത്തിൽ വന്നപ്പോൾ പോലും പൗരപ്രമുഖന്മാരെ മാത്രം വിളിച്ചിട്ടാണ് അദ്ദേഹം കണ്ടത്. ഒരു ബ്രാഞ്ച് സെക്രട്ടറി പോലും അദ്ദേഹം കണ്ടിട്ടില്ല.
ഇപ്പൊ ഈ വാർത്താ സമ്മേളനങ്ങളിലെയൊക്കെ ബഹളങ്ങൾ കാണുന്നുണ്ടോ മാധ്യമങ്ങളുടെ ഈ പറഞ്ഞതുപോലെ പരാമർശങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യും. ഇപ്പം കടക്കുപുറത്ത് ഞാൻ ഈ ധർമ്മട മണ്ഡലത്തിലെ ഓരോ വോട്ടറോടും പറയുന്നത്, നിങ്ങൾ പുറത്ത് കടക്കേണ്ടവരല്ല. ഒരു ജനപ്രതിനിധിയുടെ അടുത്ത് നിങ്ങൾ കടന്നു വരണം, അടുത്തേക്ക് കടന്നു, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരാമെന്നാണ് ഞാൻ അവരോട് പറയുന്നത്. അവർ കഴിഞ്ഞ വെച്ച ഒരു പ്ലാൻ സെക്രട്ടറി ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടപ്പോൾ പറയാണ്, നീ എൻ്റെ വീട്ടിൽ പോയി ചോദിക്കണമെന്ന് പറയുന്നത്. ഞാൻ അങ്ങനെയല്ല പറയുന്നത്. ധർമ്മടത്തിലെ ഓരോ വോട്ടറുടെയും വീട്ടിലേക്ക് ഞാൻ കടന്നു വരും. വീട്ടിൽ എന്താണ് ആവശ്യം, അവരോട് വോട്ട് നൽകിയാൽ അതിന് നഷ്ടമാവാത്ത തരത്തിൽ അവർക്ക് വേണ്ടി സേവന പ്രവർത്തനം നടത്തും. ഇന്നലെ കണ്ടു, ചോദ്യങ്ങളോട് എന്തിനാണ് അസഹിഷ്ണുത? ഞാൻ ജനങ്ങളോട് പറയാണ്, നിങ്ങളുടെ ഏത് ചോദ്യത്തിന് ഉത്തരവും നൽകിയിട്ട് ഞാൻ ധർമ്മടത്തിലെ ഓരോ വോട്ടറുടെയും വീട്ടിലുണ്ടാകുന്നുള്ള ഉറപ്പാണ്. തീർച്ചയായും ജനം സ്വീകരിക്കും. കഴിഞ്ഞ തവണ ഇതുപോലെ ഇവർ ഭയങ്കര ആക്ഷേപമാണ്. ധർമ്മടാണ്, 50,000 ഇതിനേക്കാൾ ഭൂരിപക്ഷത്തിന് സാധ്യത ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ തളിപ്പറമ്പിൽ. കാരണം ഏറ്റവും കൂടുതൽ അന്ന് ഭൂരിപക്ഷം 40,000-ലധികം കടന്ന ജെയിംസ് മാത്യുവിന്റെ ഭൂരിപക്ഷം. അന്ന് ഇടത് തരംഗ ആഞ്ഞടിക്കുമ്പോൾ ഇവിടെ 60, മട്ടന്നൂർ 60, ധർമ്മടത്ത് 50, പയ്യന്നൂർ 50, കല്യാശ്ശേരി 80. ഗോവിന്ദമാഷ പോലെ ഒരു നേതാവിനെ അറിയാം. അവരുടെ ഭാര്യ 10 വർഷം ചെയർപേഴ്സൺ, ഒരു കുടുംബാധിപത്യം ഉണ്ട് അവിടെ. എന്നിട്ടും ഇതിനേക്കാൾ വലിയ പാർട്ടി കോട്ടയാണ് ആന്തൂരും മലപ്പുറം. അത്ര വലിയ ഭീകരതയൊന്നും ഇവിടെയില്ല. അവിടെയാണ് ആ ഭൂരിപക്ഷം പകുതിയായി കുറക്കാനും 4 ലക്ഷത്തോളം വോട്ട് ഷെയർ അധികമായി വർദ്ധിപ്പിക്കുക. 50,000-ൽ നിന്ന് 70,000 കടന്നുപോയി UDFന്റെ വോട്ട് ഷെയർ. തീർച്ചയായും അത് KSU പ്രായത്തിലാണ്. 5 വർഷം അധികമായി. എന്നെ സംബന്ധിച്ച് എൻ്റെ കുടുംബം ഇവിടെയാണ്. എൻ്റെ ഭാര്യ വീട് ഈ പെരളശ്ശേരി പഞ്ചായത്തിലെ 1-ാം വാർഡിലാണ്. കുടുംബത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പർ ഉണ്ട്. 7 വർഷക്കാലം അതിനു മുമ്പ് ഞാൻ നിയമപരമൊക്കെ പഠനം പൂർത്തിയാക്കിയത്. എൻ്റെ ഉന്നത പഠനം മുഴുവൻ നടന്നത് യൂണിവേഴ്സിറ്റി ക്യാമ്പസാണ്. ധർമ്മടം പഞ്ചായത്തിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ്. എനിക്ക് രക്തബന്ധമുണ്ട്, വ്യക്തിബന്ധമുണ്ട്, രാഷ്ട്രീയ ബന്ധമുണ്ട്, സൗഹൃദങ്ങളുണ്ട്, എൻ്റെ ഒരുപാട് സഹപാഠികളുണ്ട്. അങ്ങനെ അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിനകത്ത്, അതുപോലെ തന്നെ പാർട്ടിയുടെ കരുത്ത്, മുന്നണിയുടെ ആവേശം, പിന്നെ ജനത്തിന്റെ ഒരു പൊതുവികാരം, പിണറായിയെ തോൽപ്പിക്കണം, അഷ്ടദിക്കുകളിലും ജനം ആഗ്രഹിക്കുന്നതാണ്. അതിന്റെ എല്ലാം കൂടി ഒരു പ്രതിഫലനം ഒരുമിച്ച് വരുമ്പോൾ ഒരു തർക്കമില്ല. അവർ ക്യാപ്റ്റൻ എന്നാണ് പിണറായി വിശേഷിപ്പിക്കുന്നതെങ്കിൽ ആ ക്യാപ്റ്റനെ തന്നെ ക്ലീൻ ബൗൾഡാക്കിക്കൊണ്ട് UDFന്റെ പുതിയ ഇന്നിംഗ്സിന് ഈ ധർമ്മടത്ത് നിന്ന് ഞങ്ങൾ കരുത്തു പകരും. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ തോൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി സഖാവ് പിണറായി വിജയൻ മാറും. കേരളത്തിനകത്ത് CPM-ന് വളർച്ച വന്നത്, CPM ഉദയം കൊണ്ടത് പിണറായി പാറപ്പുറത്താണ്. അതേ പാറപ്പുറത്ത് CPM-ന്റെ ഉദകക്രിയ നടത്താനാണ് ഈ പിണറായി വിജയൻ ജീവിക്കുന്നത്, പ്രവർത്തിക്കുന്നത് എന്ന് CPM പ്രവർത്തകർ തിരിച്ചറിയും. ആയിരക്കണക്കിന് CPM പ്രവർത്തകർ, അവരുടെ ഞാൻ കമ്മ്യൂണിസ്റ്റ് വിരോധിയൊന്നുമല്ല, പക്ഷെ പിണറായിസത്തിനെതിരാണ്. അപ്പോൾ പിണറായിയുടെ കീഴിൽ ഇനിയും പാർട്ടി മുന്നോട്ട് പോയാൽ കേരളത്തിൽ CPM ഇല്ലാതാകും എന്ന് കരുതുന്ന ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാർ ഈ തെരഞ്ഞെടുപ്പിനകത്ത് എനിക്ക് വോട്ട് ചെയ്യുന്നത് എന്റെ പ്രതീക്ഷ. നേതാവിന്റെ ആത്മവിശ്വാസം പിണറായിയുടെ കരിസ്മയെ മറികടക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും പാർട്ടിക്കൊപ്പം നിന്ന് നടത്തുന്നുണ്ട്. ഈ മണ്ഡലത്തിൽ ഉടനീളം സഞ്ചരിച്ച് വോട്ടർമാരെ നേരിട്ട് കണ്ട് അത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് അബ്ദുൾ റഷീദ്. സുമേഷ് മൊറാഴയ്ക്കൊപ്പം രഞ്ജിത് രാമേന്ദ്രൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.